മഴയത്തൊക്കെ രണ്ടുണ്ട് കാര്യം. വിതയ്ക്കാൻ മറന്ന് തട്ടിന് പുറത്ത് കിടന്ന വിത്തുകൾ വരെ മുള പൊട്ടി വരും. മേലാപ്പ് കൊണ്ട് മൂടിവെച്ചിരുന്ന വ്രണങ്ങൾ പോലും പൊട്ടിയൊലിക്കുകയും ചെയ്യും. ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും രണ്ടും തടയാൻ കഴിയില്ല. നൌഷാദിനെ പോലുള്ള നന്മകൾ മുള പൊട്ടുകയും ആരും ഒന്നും കൊടുക്കരുത് ടീമുകൾ വിഷം ചീറ്റുകയും ചെയ്ത പെരുമഴക്കാലത്തു കൂടിയാണ് ഇത്തവണ സ്പെഷ്യൽ കറസ്പോണ്ടന്റ്. സ്വാഗതം. അരി തായോ എന്ന് പുഴയ്ക്കക്കരെ നിന്ന് അലറിപ്പറയേണ്ടി വന്ന ജനങ്ങളുള്ള ഈ കേരളത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്നത്. ഇനിയും അഹങ്കാരവും ധാർഷ്ട്യവും പോകാത്ത ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പാതാർ എന്ന ഒറ്റ ഗ്രാമം മാത്രമൊന്ന് കണ്ടുവരാം. ഇതിന് മുമ്പ് ഒരു 100ഓളം ആളുകൾ ഈ പുഴ ട്യൂറിൻ്റെ സൈഡിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു. അതിനപ്പുറം ഇവിടെയും ഒരുപാട് ആൾ താമസിച്ചു. അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്കും ആളുകളെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞുകൊണ്ട് നമ്മളെന്താ പറയുക, വലിയ ദുരന്തത്തിൽ നിന്ന് ആളുകൾ ഒഴിവായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. കാരണം ഈ ഭാഗം നോക്കി നമുക്ക് കാണാം ഇതിൻ്റെ അവസ്ഥ എന്താണ്. അപ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് അപ്പുറ ഭാഗം നമുക്ക് ഒഴിപ്പിക്കാൻ, ഏതാണ്ട് 150ഓളം ആളുകളെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഇവിടെ 2 വീടുണ്ടായിരുന്നു. ഒരു വീട് ഇവിടെ ഉണ്ടായിരുന്നു, അതിന്റെ താഴെ ഒരു വീട്, അതിന്റെ അപ്പുറത്തൊരു വീട്, മൊത്തം 3 വീടായിരുന്നു ഇവിടെ നമ്മൾ നിൽക്കുന്നിടത്ത്. ആ വീട് ഇരിക്കുന്ന എവിടെയാണെന്ന് പോലും ആ സ്ഥലം പോലും കാണാനില്ല. വലിയ വലിയ പാറകളൊന്നും എവിടെയും കണ്ടിട്ട് പോലും ഇല്ല. ഞങ്ങൾ ഈ ഏരിയയിൽ ഈ പാറകളൊന്നും എവിടുന്ന് വന്നു പോലും അറിയില്ല. ഇനി ഇതിൻ്റെ അക്കരെയുള്ളവർക്കും ഇവിടെ ഒരു പുനർനിർമ്മാണത്തിനുള്ള സാധ്യമല്ലാത്ത ഒരു ഇതാണ്. അതായത് ഇനി അക്കരെയുള്ളവർക്ക് ഇവിടെ ഒരു 10-15 കുടുംബങ്ങൾ അക്കരെയുണ്ട്. അവിടെ എല്ലാം പൊട്ടിയിരിക്കുകയാണ്. അവിടെ കുറേ ഇടിഞ്ഞു വന്നിട്ടുണ്ട്. അവിടെ ഒന്നും ജനങ്ങൾക്ക് ഇനി താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുമാതിരി തന്നെയാണ് ഇതിൻ്റെ താഴേക്കും. പാതാറങ്ങാടി എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ മൊത്തം ഒരു വികസനത്തിൻ്റെ ഒരു ഇതായിരുന്നു. അത് മൊത്തം തകർന്നു പോയി. അതേമാതിരി ഇനി അങ്ങോട്ട് നമുക്ക് മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രാക്ലേശങ്ങൾ അങ്ങനെയല്ല, എല്ലാ പ്രകൃതി ആകെ തകിടം മറിച്ചു എന്ന് പറയാം. ഇവിടെ മരണം നടന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് പുറലോകം അറിയാതെ പോയത്. മരണം നടക്കുകയായിരുന്നെങ്കിൽ എല്ലാവരും അറിഞ്ഞു പോയേനെ. ഇത് ഇവിടെ മരണം നടക്കാത്തതുകൊണ്ട് ഇത്രയും ദിവസം, ഇന്ന് പൊട്ടിയിട്ട് 7 ദിവസമായി, ആരും തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഞങ്ങളുടെ ഭൂമികളാണ്. ഇപ്പോൾ അതിൽ തന്നെ ഞങ്ങളുടെ ആകെ കടവും കള്ളിയും ഇതിനകത്ത് കുരുമുളകും കവുങ്ങും അതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങൾ ജീവിക്കുന്നത്. അതൊക്കെ ഇതേപോലെ നശിച്ച് നാരായണക്കല്ല് പിടിച്ച അങ്ങനെയായിപ്പോൾ. ഇനിയിപ്പോൾ അതിനകത്ത് കുറച്ച് വലിയ പാറകൾ മാത്രമേ ഉള്ളൂ. ഇനി ഞങ്ങൾക്ക് കഴിയാനും ഒന്നും ജീവിക്കാനുള്ള സാഹചര്യം ഒന്നുമില്ലായിരുന്നു. നിലമ്പൂർ പോത്തുകലിലെ പാതാർ അങ്ങാടിക്ക് മുകളിൽ ഉണ്ടായിരുന്നത് 2 മലകൾ, വാളംകൊല്ലിയും തേൻപാറയും. രണ്ടിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ചു വന്നാണ് ഒരു ഗ്രാമത്തെ തന്നെ ഭൂപടത്തിൽ നിന്ന് തുടച്ചെടുത്തത്. 22 കടകളും 2 ഡസനിലേറെ വീടുകളും നിന്ന സ്ഥലം ഇന്നൊരു തോടാണ്. താമസിച്ചിരുന്നവർക്ക് പോലും സ്വന്തം വീട് നിന്ന സ്ഥലം തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതി. ഈ നിൽക്കുന്ന സ്ഥലമാണ് എൻ്റെ വീട്. ഈ തോട് ഇതിലേ ആയിരുന്നില്ല. തോട് തൊട്ടപ്പുറത്ത് കൂടിയായിരുന്നു ഒഴുകിക്കൊണ്ടിരുന്നത്. വ്യാഴാഴ്ച ഏകദേശം ഒരു 5:30-5:45 കൂടിയാണ് വലിയ ശബ്ദത്തിൽ ഇത് വന്നത്. അപ്പം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ താഴത്തെ അങ്ങാടിയിൽ ഒരു 20ഓളം ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ 13 കടകളും 5 വീടുകളും നശിച്ചു. കൂടാതെ ഭാഗികമായിട്ട് നശിച്ച വീടുകളൊക്കെ നമുക്ക് കാണാം. അപ്പം നമ്മളൊരു 80-100ഓളം വീടുകൾ തന്നെ ഭാഗികമായി നശിച്ചു. ഇവിടെ പാതാർ അങ്ങാടിയിൽ 5 വീടുകളും അതേപോലെ മുട്ടിപ്പാലം, അതായത് ഇതിൻ്റെ ഉറവിടത്തിൽ നിന്ന് 3 വീടുകളും പൂർണ്ണമായിട്ടും ഇല്ലാതായി പോയിട്ടുണ്ട്. ഇത് വലിയ ശബ്ദത്തോടെയായിരുന്നു വന്നത്. അത് ആദ്യം നമ്മൾ കണ്ടത് ഒരു കറുത്ത പുക പോലെ ഒരു സംഭവം, വലിയ ശബ്ദവും, വീടെടുത്ത് പോകുന്ന കണ്ടു. അപ്പോഴത്തേനും എല്ലാവരും ഓടി.
ഓടി രക്ഷപ്പെട്ട് മുകളിലോട്ട് ഓടുകയായിരുന്നു എല്ലാവരും. ഇരുനില വീടുകളുടെ വരെ തറ ഒലിച്ചുപോയി. പാതാറിൽ നിന്ന് വെള്ളിമുറ്റത്തേക്കുണ്ടായിരുന്ന പാലം ഇന്നില്ല. മസ്ജിദ് നൂറിന്റെ അടിത്തറ തന്നെ തകർന്നു. ഇനി ഇവരെല്ലാം എവിടെ ജീവിക്കും? എങ്ങനെ ജീവിക്കും? തൊടിയും പറമ്പും പോകുന്നതിനേക്കാൾ വലിയ വേദന ലോകത്ത് വേറെയില്ല. 5:45 ഈ സംഭവം നടന്നിട്ടുള്ളത്. അതിന്റെ മുന്നോടിയായിട്ട് 1:30 മണിക്ക് മുട്ടിപ്പാലം നടന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു ഇടിച്ചിലുണ്ടായിട്ട് അവിടെ 2 വീടുകൾ തകർന്നിരുന്നു. അപ്പോൾ അവിടെയുള്ള ജനങ്ങളൊക്കെ അവിടെ വേഗം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ കംപ്ലീറ്റ് ആൾക്കാരും ഒരു വാഹനം സ്കൂൾ ബസ് വരുത്തിങ്ങാണ്ട് കംപ്ലീറ്റ് ജനങ്ങളും അവിടുന്ന് ഈ പാലം കടന്നുള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞില്ല. അതിൻ്റെ മുന്നേ തന്നെ പെട്ടെന്ന് വെള്ളം ശക്തി പ്രാപിച്ചിട്ട് വരുന്നിട്ട് കയറുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ സമയത്ത് അന്ന് പലർക്ക് സാധനങ്ങൾ ബുധനാഴ്ച അതിൻ്റെ പേരിൽ പെരുന്നാളിന് തന്നെയുള്ള എല്ലാ ലോഡുകളും എല്ലാ കടകളിലും ഇവിടെ എത്തിയിരുന്നു. ഇവിടെ ഒരു 25ഓളം കടകൾ മൊത്തത്തിൽ ചെറുതും വലുതായിട്ട് ഉണ്ടായിരുന്നു. അതിലിപ്പോൾ ആകെ അവശേഷിക്കുന്നത് 4 കടകൾ മാത്രമാണ്. ബാക്കി കംപ്ലീറ്റ് കടകളും പോയി. ഒരു കട പോലും ഇനി ഇവിടെ ഒരു ഉപ്പ് പോലും കിട്ടാൻ ഒരു കടയില്ല. എല്ലാം തകർന്നു നിൽക്കുമ്പോഴും വിഷം ചീറ്റുന്നവരെ കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട്. അതിനു മുൻപ് അന്വേഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. നൌഷാദ് എന്തുകൊണ്ട് ഈ പ്രളയത്തിന്റെ മാതൃകയായി? ഉള്ളത് മുഴുവൻ വാരിക്കോരി കൊടുത്ത എത്രയോ ആളുകളുടെ കഥകൾ കേട്ടും പറഞ്ഞും കഴിഞ്ഞതാണ്. അതിനിടെ നൌഷാദിന്റെ ദാനം ശ്രദ്ധിക്കപ്പെട്ടത് ഒറ്റ കാരണം കൊണ്ടാണ്. ആരും ഒന്നും കൊടുക്കരുതെന്ന ദുഷിപ്പുകളെ നെറ്റിപ്പട്ടം കെട്ടി ചിലർ നിരത്തിയപ്പോൾ എല്ലാം വാരിക്കോരി കൊടുക്കുന്ന ഒരു നന്മയെ ജനം ഏറ്റെടുത്തു. മനുഷ്യനെ സഹായിക്കുന്നതാണ് പുള്ളിയുടെ ലാഭം. ഇങ്ങനെ മനുഷ്യരെ സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ ലാഭം എന്ന് വിചാരിക്കുന്ന കുറേ മലയാളികൾ, കുറേ മനുഷ്യർ, കുറേ മലയാളികൾ എന്ന് പറയരുത്, കുറേ മനുഷ്യർ നമ്മുടെ ഈ ഭൂമിയിലുള്ളത് കൊണ്ടാണ്. പണ്ട് ആരോ പറഞ്ഞൊരു കവിത പോലെ കള്ളനെ ഭൂമിയെ കട്ടുകൊണ്ട് പോകാത്തത് ഉറങ്ങാതിരിക്കുന്ന കുറേ മനുഷ്യരുള്ളത് കൊണ്ടാണെന്ന് പറയുന്ന പോലെ. നൗഷാദ് മതി, ഒരുപാടായി. നമ്മളിവിടുന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല. ഇനിയും എടുത്തോണ്ടേ. മതി നൗഷാദേ, മതി നൗഷാദേ. ദുരിതാനുഭവിക്കുന്നവർക്ക് നമ്മൾ സഹായിക്കുക, അത് അത്രയും ചെയ്തുള്ളൂ. നമുക്ക് നഷ്ടമൊന്നുമില്ല, നമ്മൾക്ക് എല്ലാ ലാഭമല്ലേ ഇത്. നമ്മൾ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, പോകുമ്പോൾ ഒന്നും കൊണ്ടുപോയില്ല. നമ്മളെ കൊണ്ടാവുന്ന സഹായങ്ങൾ ഓരോരുത്തർക്ക് ചെയ്തു കൊടുക്കാം, അത്രയുള്ള അതിൻ്റെ ലക്ഷ്യം. ഒന്നും നോക്കണ്ട, ഇവിടെ ഉള്ളതൊക്കെ എടുത്തോ എന്ന ആ പഴയ നാട്ടുനടപ്പ് വാചകമുണ്ടല്ലോ, അത് മാത്രമേ സത്യത്തിൽ നൌഷാദ് പറഞ്ഞുള്ളൂ. വേണ്ടതൊക്കെ എടുത്തോ എന്ന ആ പ്രയോഗം ഒരു കാലത്തെ കേരളത്തിന്റെ മുഖമുദ്രയായിരുന്നു. നൌഷാദിനെ പോലെ തന്നെ വലിയൊരു സന്ദേശമാണ് അങ്ങാടിപ്പുറം തിരുമാന്താംകുന്നിലെ മേൽശാന്തി ശ്രീനാഥ് നമ്പൂതിരിയും നൽകിയത്. ഫണ്ട് ശേഖരണത്തിലേക്ക് ഇരു കാതുകളിലെയും കടുക്കനാണ് ഊരി നൽകി. കണ്ണകിയുടെ ചിലമ്പ് പോലെ ശ്രീനാഥിന്റെ കടുക്കനും ഒരു അടയാളമാണ്. തീർച്ചയായും അതിൽ രാഷ്ട്രീയമുണ്ട്. ഇത്തരം നന്മകൾക്കിടെ സൂചി കുത്താൻ പോലും ഇടം കൊടുക്കില്ല എന്ന കൗരവ സദസ്സിലെ പ്രഖ്യാപനം എങ്ങനെയാണ് കേരളത്തിൽ പൊങ്ങി വന്നത്? കഴിഞ്ഞ പ്രളയത്തിനും ഈ പെരുമഴയ്ക്കുമിടയിൽ എങ്ങനെയൊക്കെ കേരളം മാറിപ്പോയി. ഒരു കൂട്ടർക്ക് ഇതിനെപ്പറ്റി നല്ല ചിന്തയുണ്ടായി. അവര് ദുരിതാശ്വാസ നിധിക്കെതിരായ പ്രചരണം ശക്തമായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. അത് കൂടുതൽ മലയാളികൾക്കിടയിലല്ല, കേരളത്തിന് പുറത്ത് പലയിടങ്ങളിലായി ഇത്തരം പ്രചരണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണം വേറൊരു ഭാഗത്ത്. ഇത് നാടിനോട് ചെയ്യുന്ന ഹീനമായ കുറ്റകൃത്യമാണ്. ആരാണ് കേരളത്തിൽ നയാ പൈസയുടെ സഹായം കൊടുക്കരുത് എന്ന് പറഞ്ഞത്? ഊരും പേരുമുള്ള ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. കടലിലൊഴുക്കിയാൽ സംസ്ഥാന സർക്കാരിന് കൊടുക്കരുത് എന്നുവരെ പറഞ്ഞു. ഇതാരാണ്? ബിജെപിയുടെ ഒരു സംസ്ഥാന നേതാവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആളുകളുടെ പേര് പറയാൻ ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ വെല്ലുവിളിക്കാം.
വാസ്തവത്തിൽ ഇതിനെ രാഷ്ട്രീയ പ്രശ്നമാക്കി ചർച്ച ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പലതും പറയേണ്ടി വരും. 343 തെങ്ങുകളിൽ എനിക്ക് ശേഷിക്കുന്ന 11 തെങ്ങും 2600 കമുകളിൽ എനിക്ക് ശേഷിക്കുന്നത് വെറും 13 കമുകുമാണ്. പിന്നെ 2800 നേന്ത്രവാഴ ഉണ്ടായിരുന്നു, കുലച്ച നേന്ത്രവാഴ ഉണ്ടായിരുന്നു. അതെല്ലാം ആ വെള്ളത്തിൽ നശിച്ചു. അതോടെ പിന്നെ കാപ്പി, കുരുമുളക്, ജാതി, റംബുട്ടാൻ, മാവ് എന്ന് വേണ്ട. കൂടാതെ എൻ്റെ വീടാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. ആ വീടിൻ്റെ അപ്പുറത്തായിട്ട് കാണുന്ന എൻ്റെ ആലയാണ്. ആലയിൽ 2 പശുക്കളുണ്ടായിരുന്നു. അതിലൊന്ന് 8 മാസം ഗർഭിണിയായിരുന്നു. അത് 23 ലിറ്റർ പാൽ കെട്ടിക്കൊണ്ടിരുന്നു ഒരു പശുവായിരുന്നു ഒന്ന്. പിന്നെ അതിൻ്റെ 2 മാസം ജനിയ ഒരു കിടാവുണ്ടായിരുന്നു. പശുവിൻ്റെ മൃതദേഹം അവിടെ ഇപ്പോഴും കിടപ്പുണ്ട്. അതുപോലെ തന്നെ യമുനാപുരി ഇനത്തിൽപ്പെട്ട 2 ആടുകൾ നശിച്ചു. അതുപോലെ എൻ്റെ പട്ടിക്കൂടാണ് അവിടെ കിടന്ന് 2 പട്ടികളൊരു പട്ടി ചത്തുപോയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഈ കൃഷികളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് ബാങ്ക് ലോൺ എടുത്തിട്ടാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പോൾ എന്നെ ഭരിക്കുന്നത്. എവിടെ ഞാൻ ആരുടെ മുന്നിൽ കൈനീട്ടും, ആരെനിക്ക് തരും എന്നുള്ളൊരു ചിന്ത എന്നെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ ശരി തെറ്റുകളൊക്കെ പാർട്ടി ക്ലാസുകളിൽ പഠിപ്പിക്കാം. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ കുറച്ച് വകതിരിവൊക്കെ ആകാം. കമ്മിയെന്നും സംഘിയെന്നും കൊങ്ങിയെന്നുമൊക്കെ വിളിച്ച് പരസ്പരം തല തല്ലിക്കീറുന്ന അണികളുടെ നിലവാരത്തിലാകരുത് നേതാക്കൾ. സേവാഭാരതി പ്രവർത്തകൻ ലിനുവിന്റെ പേര് എടുത്തു പറയാൻ ഒട്ടും മടിക്കാൻ പാടില്ല. അതുപോലെ നൌഷാദ് ഏതെങ്കിലും പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന പേരിൽ വെളിവുട്ടെന്ന് കരുതുന്നവർ പോലും അപഹസിക്കുന്നതും എന്തൊരു പ്രഹസനമാണ്. ഈ കണ്ടത് ആലപ്പുഴയിലാണ്. കുത്തിത്തിരിപ്പുണ്ടാക്കി നേതാക്കൾ ചൊറിമാന്തിയിരിക്കുമ്പോൾ ജനം കൈകാലിട്ട് അടിക്കുകയായിരുന്നു. AC റോഡിൽ വണ്ടി ഓടാൻ പോലും വയ്യാത്ത പാലായിൽ കരയെടുത്ത മീനച്ചില, തുളുമ്പി നിന്ന പമ്പ, അച്ഛൻകോവിൽ, മണിമല, 4 വന്ന് കുട്ടനാട് പിന്നെയും പേടിച്ചു. പോയ വർഷം 9 വെള്ളപ്പൊക്കങ്ങൾ മുങ്ങിക്കടന്നു വന്ന ജനതയാണ്. എപ്പോഴും എന്നതുപോലെ ആദ്യം മാറ്റിവെക്കേണ്ടി വന്നത് ശവദാഹങ്ങളാണ്. വെള്ളമില്ലാത്ത 6 അടി മണ്ണ് കിട്ടാത്തതിനാൽ മൃതദേഹങ്ങൾ ദിവസങ്ങളോളം ഫ്രീസറുകളിൽ സൂക്ഷിച്ചു. പമ്പയിൽ തുള്ളിവെള്ളം കൂടിയാൽ പത്തനംതിട്ട വിറയ്ക്കും. പോയ വർഷം കേരളവും ഏറ്റവും ആക്കിക്കൊണ്ടത് ഈ ജില്ലയെ ഓർത്താണ്. പ്രളയകാലത്തും പിന്നെ വന്ന വിശ്വാസ പ്രളയകാലത്തും. മൂന്നാറും മറയൂരും രാജക്കാടും രാജകുമാരിയും, കരിമ്പനും കട്ടപ്പനയും അടിമാലിയും കമ്പിളിക്കണ്ടവും, കിഴക്ക് പടിഞ്ഞാറും തെക്ക് വടക്കും ഇടുക്കി വല്ലാതെ മുറിഞ്ഞു കഴിഞ്ഞു. ഭൂതത്താൻ കെട്ട് തുറന്നു വിട്ടപ്പോൾ ആലുവ മണപ്പുറത്തെ മുക്കിയെടുത്ത പെരിയാർ. ചാലക്കുടിപ്പുഴ അതിരപ്പള്ളിയിലും വാഴച്ചാലിലും യഥാർത്ഥ രൂപം കാണിച്ചു. കോൾപ്പാടങ്ങളും പറമ്പുകളും തിരിച്ചറിയാനാകാതെ കിടന്നു. അട്ടപ്പാടി വേറൊരു രാജ്യമാണ്. ഭൂമിയുമായി ഒരു ബന്ധവുമില്ലാത്ത വിദൂര ഗ്രഹം പോലെ കിടന്നു. അന്യഗ്രഹത്തിൽ നിന്നെന്ന പോലെ ഹെലികോപ്റ്ററിലെത്തിയ ഭക്ഷണമായിരുന്നു അവിടെ ജീവൻ നിലനിർത്തിയത്. ഇരിട്ടിയും ശ്രീകണ്ഠാപുരവും തളിപ്പറമ്പും ചെറുപുഴയുമൊക്കെ പഴയ തോറാന ദിവസത്തെ ഓർമ്മിപ്പിച്ചു. ആറാന ഒഴുകി വന്നിരുന്ന കാലം തന്നെ. കാസർകോട്ടെ പുതിയ തലമുറയ്ക്ക് തീർത്തും അപരിചിതമായിരുന്നു ഈ മഴക്കാലം. ഒട്ടും പരിചയപ്പെടേണ്ടി വന്നിട്ടില്ലാത്ത സാഹചര്യം. നന്മകൾ ഒരുപാട് പറയാനുണ്ട്. ഏത്തവാഴ മുഴുവൻ ഒടിഞ്ഞുപോയ ഇടുക്കിയിലെ അശോകൻ എന്ന കർഷകൻ പ്രളയാശ്വാസത്തിന് നൽകിയ ഒരു വാഴക്കുല, അത് 1000 രൂപയ്ക്ക് വാങ്ങിയ കട്ടപ്പനയിലെ ചെറുപ്പക്കാർ, ആ 1000 രൂപയ്ക്ക് 1500 രൂപയുടെ വസ്ത്രങ്ങൾ നൽകിയ വ്യാപാരി, കോഴിക്കോട്ട് വിവാഹത്തിനൊരുങ്ങിയ വീട്ടിലെ എല്ലാം നഷ്ടപ്പെട്ട കുടുംബത്തെ ഏറ്റെടുത്ത നാട്. എത്രയൊക്കെ മുക്കാൻ നോക്കിയാലും പൊങ്ങി വരാൻ കേരളത്തിന് ഇതുപോലെ ഒരുപാട് കാരണങ്ങളുണ്ട്. രാജാക്കാടുള്ള അശോകൻ എന്ന ഒരു കർഷകൻ തൻ്റെ വാഴകൃഷി എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അതിൽ കൊള്ളാവുന്ന ഏറ്റവും നല്ലൊരു വാഴ, ആ ഒരു വാഴ ഒരു ഏത്തക്കൊല വെട്ടി നമ്മുടെ ന്യൂസ് റിപ്പോർട്ടർ അനീഷേട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, എന്നേക്കാൾ ദുരിതം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു സഹായമാവുമെങ്കിൽ ഇത് വിറ്റ് കിട്ടുന്ന എന്താണോ അത് കൊടുക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു.
സാറുമാരോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ സാറുമാരെ. എൻ്റെ കുടുംബത്തെ രക്ഷിച്ച സാറുമാരോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിഞ്ഞൂടെ സാറുമാരെ എനിക്ക്. ഇതിനിടെ എവിടെ പോയി കേരളത്തിലെ പ്രതിപക്ഷം? അല്ലെങ്കിൽ ആരാണ് പ്രതിപക്ഷം? രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ വയനാട്ടിൽ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ആദ്യ ദിനം തന്നെ ഓടിയെത്തി. പക്ഷേ കഴിഞ്ഞ തവണ എന്നതുപോലെ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള യാത്രയിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടായില്ല. ഗവൺമെന്റ് ഞങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല, ഞങ്ങളുടെ സഹകരണം ആവശ്യപ്പെടുകയോ ഞങ്ങളെ കൂട്ടുകയോ ചെയ്തിട്ടില്ല. പക്ഷെ അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ നിറവേറ്റിയത്. ഞങ്ങൾ ആ പ്രദേശങ്ങളിലൊക്കെ പോയിരുന്നു. കഴിഞ്ഞ പ്രളയകാലത്ത് ഒറ്റക്കെട്ടായിരുന്നു കേരളം. എല്ലാ നേതാക്കളും ഒന്നിച്ചു തന്നെ ഇറങ്ങി. ഒരു വർഷം കൊണ്ട് കാര്യങ്ങൾ മാറിയെന്ന് തീർപ്പാക്കാൻ ഇനിയുമുണ്ട് തെളിവുകൾ. ദുരിതമേഖലകളിലെ പ്രതിപക്ഷ MLA-മാരൊക്കെ എവിടെയായിരുന്നു? യൂണിവേഴ്സിറ്റി കോളേജ് വിഷയത്തിലുണ്ടായ ജാഗ്രത പോലും പെരുമഴയോട് നേതാക്കൾ കാണിച്ചില്ലേ? ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലാകാത്തവർ ഒന്നുകൂടി പോകണം. നിലമ്പൂർ ഭൂദാനത്തും വയനാട് മേപ്പാടിയിലും മണ്ണിനും മരത്തിനുമടിയിൽ മൃതദേഹങ്ങൾ നിരവധി കിടന്നു. ഭൂദാനത്തും പുത്തുമലയിലുമുള്ളത് കരഞ്ഞു കണ്ണീർ പറ്റിയ ജനതയാണ്. സ്ഥലകാലബോധം പോലും നഷ്ടമായ ഒരാൾക്കൂട്ടം. അവരുടെ മുന്നിൽ കിടന്ന് ഇനിയും പൊറാട്ട് നാടകങ്ങൾ ആടരുത്. ഞാൻ നന്നാവണമെങ്കിൽ ഞാനും എൻ്റെ നാണിയും ഒഴികെ ബാക്കി എല്ലാവരും മുങ്ങിപ്പോകണമെന്ന് മാത്രം വാശി പിടിക്കരുത്. ഇനിയും സമയമുണ്ട്. നമസ്കാരം.